കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷ മുഖ്യമന്ത്രിയുടേതിന് സമാനമാക്കാൻ പോകുന്നു. DGP ജില്ലാ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് നിർദ്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കും. കഴിഞ്ഞ ദിവസം SFI പ്രവർത്തകർ ഗവർണർക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം SFI പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അവരെ ജയിലിലടക്കുകയും ചെയ്തതാണ്. IPC 124 വകുപ്പ് പ്രകാരമായിരുന്നു കേസെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതിന് ശേഷവും SFI പ്രവർത്തകർ തങ്ങളുടെ പ്രതിഷേധം തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു സുരക്ഷ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവികൾക്ക് DGP ഈ ഉത്തരവ് കൈമാറുന്നത്. ഗവർണർക്കെതിരെ ഇനിയും പ്രതിഷേധങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് SFI മാത്രമായിരുന്നില്ല, ഫ്രട്ടേണിറ്റിയും തങ്ങളുടെ പ്രതിഷേധങ്ങൾ ആരംഭിക്കാൻ പോവുകയാണെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഗവർണർക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും. അദ്ദേഹത്തിനെതിരെ കോലം കത്തിക്കൽ പ്രതിഷേധമായിരുന്നു ഫ്രട്ടേണിറ്റി ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ അവരുടെ പ്രതിഷേധ മാർഗങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഇനിയും പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്രയും കർശനമായ ഒരു നീക്കം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗവർണറുടെ സുരക്ഷാ വ്യൂഹത്തിന് അഡ്വാൻസ് പൈലറ്റ്, ഗവർണറുടെ ഔദ്യോഗിക വാഹനം, അതുപോലെ തന്നെ രാജ്ഭവന്റെ സെക്യൂരിറ്റി വാഹനം, അതത് നഗരങ്ങളിലെ പോലീസിന്റെ പെട്രോളിയം വാഹനം, പിന്നെ കൂടാതെ തന്നെ ഗവർണറുടെ വാഹനം കേടാവുകയാണെങ്കിൽ പകരം സഞ്ചരിക്കുവാനായിട്ടുള്ള ഒരു വാഹനം, ആംബുലൻസ്, ഫയർഫോഴ്സിന്റെ വാഹനം എന്നിവയാണ് ഉള്ളത്. കൂടാതെ തന്നെ ഔദ്യോഗിക വാഹനത്തിന്റെ ഇരുവശങ്ങളിലും ഇനി പോലീസ് വാഹനങ്ങളും ഉണ്ടാകും. ഇപ്പോൾ ഗവർണറുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് 3 പൈലറ്റ് വാഹനങ്ങളും ഗവർണറുടെ വാഹന വ്യൂഹത്തിൽ അധികമായി ഉൾപ്പെടുത്താനാണ് നീക്കം. ഗവർണർ കടന്നു പോകുന്ന വഴികളിൽ ഉടനീളം പോലീസ് സാന്നിധ്യവും ഉണ്ടാകും. പ്രധാന റൂട്ടിൽ പ്രശ്നമുണ്ടെങ്കിൽ ഗവർണർക്ക് പോകാൻ 2 സമാന്തര റൂട്ടുകൾ തയ്യാറാക്കും. പ്രതിഷേധക്കാരെ കണ്ടാൽ മുൻകൂട്ടി അവരെ നീക്കം ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. കൂടാതെ തന്നെ ഗവർണർ പോകുന്ന സ്ഥലത്തെല്ലാം തന്നെ റിംഗ് സുരക്ഷ ഒരുക്കി പോലീസ് വലയം തീർക്കും. ഗവർണർ താമസിക്കുന്ന കെട്ടിടത്തിന് ചുറ്റും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ തീർത്തും കർശനമാക്കിയിരിക്കുകയാണ് പോലീസ് സുരക്ഷ. മുഖ്യമന്ത്രിയുടേതിന് സമാനമാണ്. അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പിണറായി വിജയന്റേതാണ് ഏറ്റവും വലിയ സുരക്ഷ. ആ ഒരു കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലതരത്തിലുള്ള വിമർശനങ്ങളും മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗവർണർക്ക് നേരെ ഇത്രയധികം പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടേതിന് സമാനമായ രീതിയിൽ അത്രയും വലിയ ഒരു കർശന സുരക്ഷ ഗവർണർക്ക് ഏർപ്പെടുത്തുന്നത്. ക്യാമ്പസുകളെ അഥവാ യൂണിവേഴ്സിറ്റികളെ കാവ്യവൽക്കരിക്കുന്നു എന്നുള്ളതായിരുന്നു ഗവർണർക്കെതിരെയുള്ള ആരോപണം. ആ ആരോപണത്തിനെതിരെയാണ് ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ രംഗത്ത് വരുന്നത്. എന്തായാലും ഇതുവരെയായിട്ടും KSUവും അതുപോലെ തന്നെ MSFും തങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ അതേസമയം ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് രംഗത്ത് വന്നിട്ടുണ്ട്. SFI പ്രവർത്തകർ നേരത്തെ തന്നെ പോരാട്ടം ആരംഭിച്ചതാണ്. SFI പ്രവർത്തകർ ആദ്യത്തെ ദിവസം തന്നെ കരിങ്കൊടി പ്രതിഷേധവും രണ്ടാമത്തെ ദിവസവും ഗവർണറുടെ വാഹനത്തിന് നേരെ ചാടി വീഴുകയും ചെയ്തിരുന്നു. അതിനുശേഷമായിരുന്നു ഗവർണർ ആകെ ദേഷ്യപ്പെട്ടുകൊണ്ട് ക്ഷുഭിതനായിക്കൊണ്ട് SFI പ്രവർത്തകർക്ക് നേരെ വെല്ലുവിളിച്ചുകൊണ്ട് വാഹനത്തിൽ നിന്നും ഇറങ്ങി വന്നത്. ആ ദിവസം അത് വലിയ വാർത്തയായിരുന്നു, വലിയ ചർച്ചയായിരുന്നു, വലിയ വിവാദവുമായിരുന്നു. മാത്രമല്ല SFI പ്രവർത്തകർക്ക് എതിരെ പോലീസ് തീർത്തും ചെറിയ വകുപ്പുകൾ, അതായത് നിസ്സാരമായ വകുപ്പുകളായിരുന്നു ചുമത്തിയിട്ടുണ്ടായിരുന്നത്. അതിനെതിരെ പിറ്റേ ദിവസം ഗവർണർ ചോദ്യം ചെയ്യുകയും IPC 124 ആഡ് ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് IPC 124 SFI പ്രവർത്തകർക്ക് നേരെ ആഡ് ചെയ്യുന്നത്. എന്നാൽ SFI പ്രവർത്തകർ തങ്ങളുടെ പ്രതിഷേധം തുടരുമെന്നും ഈ അറസ്റ്റ് കൊണ്ടോ ഈ കേസ് കൊണ്ടോ ഒന്നും തന്നെ തങ്ങളെ ഭയപ്പെടുത്താനോ പിന്തിരിപ്പിക്കാനോ സാധിക്കുകയില്ല എന്നുമായിരുന്നു SFI പ്രവർത്തകരുടെ നിലപാട്. മാത്രമല്ല ഇതിനുശേഷം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുകയുണ്ടായിരുന്നത് SFI പ്രവർത്തകർ ചെയ്തത് കാവ്യവൽക്കരണത്തിന് എതിരെയുള്ള പോരാട്ടമാണ് എന്നാണ്. അതുകൊണ്ട് അത്തരത്തിലൊരു കാവ്യവൽക്കരണം ക്യാമ്പസുകളിൽ നടക്കുന്നുണ്ട്, ആ കാവ്യവൽക്കരണം ചെറുക്കേണ്ടത് അനിവാര്യമാണ് എന്നും MV ഗോവിന്ദൻ പറയാതെ പറയുന്നുണ്ട്. അതായത് SFI പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് CPMന്റെ പിന്തുണ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതേസമയം തന്നെയാണ് KSU പ്രവർത്തകർ ഇതുവരെയായിട്ടും തങ്ങളുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കാതിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രതിഷേധങ്ങളോ പ്രതിഷേധ പരിപാടികളോ KSU ആസൂത്രണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. MSF ആണെങ്കിൽ SFIയെ വെല്ലുവിളിച്ചുകൊണ്ട് ചില പോസ്റ്റുകൾ എഴുതിയിട്ടു എന്നതല്ലാതെ അതിലപ്പുറത്തേക്ക് ഔദ്യോഗികമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള പ്രതികരണമോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളോ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ എന്താണെങ്കിലും ഭാവിയിൽ ഗവർണർ ഈ നിലപാട് തുടരുകയാണെങ്കിൽ, എന്താണെങ്കിലും കോടതി ഗവർണറുടെ VC നിയമനത്തിനെതിരെ സ്റ്റേ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും
ഭാവിയിൽ ഒരുപക്ഷെ കാവ്യവൽക്കരണം എന്നുള്ള ആ ആരോപണം മുൻനിർത്തിക്കൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അത് കേവലം SFIയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കേരള പോലീസ് ഇപ്പോൾ ഗവർണർക്ക് അതീവ സുരക്ഷ ഒരുക്കുന്നത്. അതേസമയം തന്നെ കേരള പോലീസിനെ ആശങ്കയിലാഴ്ത്തുന്ന മറ്റൊരു ഘടകമാണ് ഈ പോലീസ് ഇത്രയധികം സുരക്ഷകൾ തീർക്കുന്ന സമയത്തും പോലീസിനുള്ളിലുള്ള ചാരന്മാർ, അതായത് ഇടതുപക്ഷത്തോട് ചായ്വുള്ള പോലീസ് ഉദ്യോഗസ്ഥർ. കഴിഞ്ഞ തവണയും ഗവർണർക്കെതിരെയുള്ള റൂട്ട്, അതായത് ഗവർണർ സഞ്ചരിച്ചിരുന്ന റൂട്ട് മാപ്പ് പൊളിഞ്ഞതിന് പുറകിലുള്ള കാരണവും പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയായിരുന്നു. അതുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള കർശന സുരക്ഷ ഏർപ്പെടുത്തുമ്പോഴും അത്തരത്തിലുള്ള ചോർത്തലുകൾ തങ്ങളുടെ ഇടയിൽ നിന്നും ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക പോലീസുകാർക്കുണ്ട്. മാത്രമല്ല, പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെങ്കിൽ ഈ സമരക്കാർക്ക് ഒപ്പം തന്നെയാണ് സർക്കാർ എന്നുള്ള കാര്യമാണ് കേരള പോലീസിനെ ആശങ്കയിലാഴ്ത്തുന്ന മറ്റൊരു ഘടകം. അത് കേരള പോലീസ് തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. SFIക്കാർ പ്രതിഷേധിച്ച സമയത്ത് ഗവർണറുടെ നിലപാട് കണ്ടതാണ്. അതിനുശേഷവും തന്റെ നിലപാടിൽ നിന്നും ഒരു അടി പോലും പിന്മാറിയിട്ടില്ല ഗവർണർ. അതുകൊണ്ട് തന്നെ ഇനിയൊരു പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിലും ഇതിലും കർക്കശമായിരിക്കും ഗവർണറുടെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് കേരള പോലീസ് തങ്ങളുടെ സുരക്ഷാ വലയം ഇത്ര ഗൗരവമായി കാണുന്നത്, അല്ലെങ്കിൽ അതീവ സുരക്ഷ ഒരുക്കുന്നത്.